ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി ജോയ്. ഞാൻ കോട്ടയം ജില്ലയിൽ ഇരുവിമംഗലം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂൺ 13 ഞാൻ സൗദി അറേബ്യയിൽ 7 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് OET കിട്ടിയത് കൊണ്ട് ഞാൻ ജോലി നിർത്തി പോന്നു. അപ്പോൾ ഞാൻ UK, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ നോക്കിയായിരുന്നു. പക്ഷേ ആ സമയത്ത് എല്ലാം നേഴ്സുമാർക്ക് വേക്കൻസിയിലെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അയർലൻഡ് ഞാൻ ആദ്യം എൻ്റെ ചേച്ചിമാരൊക്കെ അവിടെയാണ്, എനിക്ക് അയർലൻഡായിരുന്നു ഞാൻ പ്രിഫർ ചെയ്ത്. അപ്പോൾ അവിടെ DL കിട്ടാൻ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. എനിക്ക് UKയുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടി, അത് അബുദാബിയിലായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അബുദാബിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. ആദ്യമൊക്കെ പ്രോസസ്സിങ് ഫാസ്റ്റായിരുന്നു, പക്ഷേ എനിക്ക് ഓഫർ ലെറ്റർ വന്നിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഓഫർ ലെറ്റർ വന്നു. അവരൊക്കെ നവംബർ 2025 ഫെബ്രുവരിയൊക്കെ പോകാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഗ്യാപ്പ് ആയതുകൊണ്ട് ഞാൻ 6 മന്ത് ഗ്യാപ്പ് ആയതുകൊണ്ട് ഞാൻ മുംബൈയിൽ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഉടമ്പടി പത്രമൊക്കെ, ഹിന്ദി പത്രങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ഞാൻ ട്രെയിനിൽ വെച്ച് പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാൻ പണ്ട് വർക്ക് ചെയ്ത മുംബൈയിലെ ഹോസ്പിറ്റലുകളിൽ പോയി ഒന്ന് ചോദിക്കാം എനിക്ക് DLന് ഡോക്യുമെൻറ്റ്സ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ യാതൊരു മുൻവിധികളുമില്ലാതെ ഞാൻ അവിടെ പ്രതീക്ഷിക്കാതെ ഞാൻ പോയി 2 ഹോസ്പിറ്റലുണ്ട്, പൂനെയിലും മുംബൈയിലും പോയി അവിടെയൊക്കെ സംസാരിച്ചു. എങ്കിലും ആദ്യമൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു, എങ്കിലും എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടി. എനിക്ക് DL 2025 ഫെബ്രുവരി 12 കിട്ടി. പക്ഷേ ഞാൻ കുറച്ച് ഫാമിലിയിൽ പ്രോബ്ലംസൊക്കെ ആയതുകൊണ്ട് ഞാൻ മാർച്ച് 20 ഞാൻ തിരികെ പോന്നു. എനിക്ക് 3 മാസമേ ജോലി ചെയ്യാൻ സാധിച്ചുള്ളൂ. പിന്നീട് അതിനു മുമ്പ് ഞാൻ ഉടമ്പടി ഒരു പ്രാവശ്യം പുതുക്കിയിട്ടാണ് ഞാൻ മുംബൈക്ക് പോയത്. പിന്നീട് ഞാൻ മെയ് മാസത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് ഞാൻ ഒരു ഉടമ്പടി മെയ് 6 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ OET ഡിസംബർ 16 എക്സ്പയർ ആകും, എനിക്ക് UKയിലും പോകാൻ സാധിക്കത്തില്ല, അയർലൻഡിലും പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തുവാണോ പ്രാർത്ഥിക്കുന്നത്, ഡിസംബർ കഴിഞ്ഞ് പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാനത് എനിക്ക് വേണ്ടിയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ മെയ് ലാസ്റ്റായപ്പോൾ എൻ്റെ സിസ്റ്ററിനോ എന്നോട് പറഞ്ഞു, നമുക്ക് OSCE UK വന്ന് എഴുതാം, അപ്പോൾ OET തീർന്നു പോയാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ OSCEക്ക് വേണ്ടിയുള്ള പ്രോസസ്സിങ് വിസയൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ജൂലൈ ലാസ്റ്റ് എനിക്ക് വിസ റെഡിയായി ഞാൻ UKയിൽ പോയി. അങ്ങനെ ഞാൻ അതിനു മുമ്പ് ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നു, കയ്യൊപ്പ് ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഞാൻ OSCE എഴുതി പാസ്സായി. അപ്പോൾ പറഞ്ഞു എനിക്ക് BIVS വിസയായിരുന്നു. അപ്പോൾ പറഞ്ഞു UKയിലുള്ളവർക്ക് അയർലൻഡിൽ പോകാം, പക്ഷേ എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ആർക്കും അറിയത്തില്ല. പലരോടും അന്വേഷിച്ചു, കൺഫേം ആയില്ല. പക്ഷേ എൻ്റെ ചേച്ചി അയർലൻഡിലുണ്ടായിരുന്നു. അവൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച്, മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഡേറ്റ് എടുത്തു. പക്ഷേ പോയെങ്കിലും അവിടെ എക്സാം എഴുതാനൊന്നും പറഞ്ഞില്ല. എങ്കിലും പാടായിരുന്നു എക്സാം എഴുതാൻ. അങ്ങനെ ഞാൻ നവംബർ 22, 23 എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ 2 ആഴ്ചത്തെ പഠിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ഡിസംബർ 22 തിയറി എക്സാമിന് പോയപ്പോൾ അവർ വിസ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനത്തെ വിസ വരുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ ഫയലിൽ ക്രോസ് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് അങ്കിളിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് എക്സാം റിസൾട്ട് വന്നു. ഞാൻ തിയറി എക്സാം പാസ്സായി. പിന്നെ 23 എനിക്ക് പ്രാക്ടിക്കൽ 1-2 സ്റ്റേഷൻസ് പാടായിരുന്നു. എങ്കിലും എനിക്ക് 24 തന്നെ റിസൾട്ട് വന്നു. ആദ്യത്തെ ചാൻസിൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അങ്ങനെ ഡിസംബർ 16 മുമ്പ് എനിക്ക് UK ആൻഡ് അയർലൻഡ് രജിസ്ട്രേഷൻ കിട്ടി. പിന്നീട് എനിക്ക് അയർലൻഡിൽ തന്നെ അതായിരുന്നു ഞാൻ ആദ്യം പണ്ട് വെച്ച നിയോഗം. എനിക്ക് അയർലൻഡിലായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ അവിടെ നേഴ്സിംഗ് ഹോമിൽ ഇൻ്റർവ്യൂ വന്നു. എനിക്ക് വിസ കിട്ടി. ഞാൻ ഈ മാർച്ച് 10 പോവുകയാണ്. അതിപ്പോൾ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത്, എൻ്റെ നേഴ്സിംഗ് ഹോമിൻ്റെ പേര് മരിയൻ ഹൗസ് എന്നാണ്. എനിക്കറിയില്ലായിരുന്നു, മരിയൻ ഹൗസ് എന്നാണ്. എൻ്റെ എംപ്ലോയറുടെ പേര് ഹോളി ഫെയ്ത്ത് കോൺവെൻറ്റ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. അപ്പോൾ എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഡിലേ ഒക്കെ വരുമ്പോഴും ഞാനിങ്ങനെ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്കാ 1:37. അതുപോലെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ഡെയിലി ബ്രെഡിൽ എനിക്ക് ആ നിയോഗം ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കതെല്ലാം സാധിച്ചിരുന്നു. പിന്നെ ഞാൻ പത്രപ്രവർത്തനം ചെയ്യുമായിരുന്നു. രോഗികളെ സന്ദർശിക്കും, അവർക്ക് എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ
പൈസ സഹായിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് നന്ദി പറയുന്നു. പ്രഭാഷകൻ 25:11 ദൈവഭക്തി എല്ലാത്തിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. റാണി ജോയി എന്ന ഈ സഹോദരി തൻ്റെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നേരിട്ട പ്രതിസന്ധികളിൽ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ അസാധ്യമെന്ന് കരുതിയ അയർലൻഡ് പ്രവേശനം, അവിടെ നേഴ്സിംഗ് ജോലി മകൾക്ക് ലഭിച്ചതിനെയാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. മകൾ ആദ്യം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്തത്, തിരികെ ചുരുക്ക സമയത്തിനുള്ളിൽ നാട്ടിൽ പോകുന്നത്, UK പോകുവാനുള്ള പരിശ്രമങ്ങളിൽ വ്യാപരിച്ചത്, അമ്മ മാതാവ് സംരക്ഷിച്ച് അത് മുന്നോട്ട് നയിച്ചത്, അവിടെ നിന്ന് അയർലൻഡിലേക്കുള്ള മൈഗ്രേഷനുള്ള പരിശ്രമം ചെയ്തത്, സാധാരണ രീതിയിൽ അങ്ങനെ ആരും പോകാറില്ലെന്ന് തിരിച്ചറിഞ്ഞത്, എങ്കിലും അത് അസാധ്യമെന്ന് കരുതി, ലഭിക്കില്ലെന്ന് കരുതി പരിശ്രമം അമ്മ മാതാവിൽ ആശ്രയിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുവദിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പങ്കുചേരുന്നതും, ക്ലേശകരമായ പരീക്ഷകൾ അമ്മ മകൾക്ക് അനുഗ്രഹമായി മാറ്റിക്കൊടുത്തുകൊണ്ട് അവിടത്തേക്കുള്ള നേഴ്സിംഗ് ഹോമിൽ ജോലി നേഴ്സായി മകൾക്ക് ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരും കൃപാസന മാതാവിൻ്റെ സവിധത്തിൽ വരുന്നത് ഏതെങ്കിലുമൊക്കെ ജീവിത പ്രതിസന്ധിയുമായിട്ടാണ്, കുറവുമായിട്ടാണ്, ദുരന്തവുമായിട്ടാണ്. അമ്മയുടെ അരികിലേക്ക് ജീവിതത്തിൻ്റെ ഇല്ലായ്മകളുമായി നാം വരുമ്പോൾ നമുക്ക് അമ്മയുടെ തിരുമുമ്പിൽ എന്താണ് ഓഫർ ചെയ്യുവാനുള്ളത്? അമ്മ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഈശോയുടെ സന്നിധിയിലേക്ക് അമ്മ മാതാവ് നമ്മുടെ ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തിരികെ നമ്മൾ അമ്മ മാതാവിനോടും ഈശോയ്ക്കും എന്ത് ജീവിതം കൊണ്ട് സമർപ്പിക്കുമെന്നാണ് ഏറ്റുപറയുന്നത്. കാര്യം നേടുവാൻ വേണ്ടി മാത്രം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി നാം ജീവിക്കുകയാണോ? അതോ അമ്മ മാതാവിനെയും ഈശോയെയും ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെയും നിരന്തരം മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രേക്ഷിതനായി ജീവിക്കുമെന്ന് പറയുവാനുള്ള ഒരു ആത്മധൈര്യം നമുക്കുണ്ടോ? ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും വാഗ്ദാനം ചെയ്യുവാനുമുള്ളത്, ഞാൻ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും എത്ര കണ്ട് മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുന്ന ഇടങ്ങളിലായിരുന്നാലും പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രേക്ഷിതയായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവശക്തിക്ക് മേൽ മറ്റൊന്നുമില്ല. ഈ ലോകത്തിൻ്റെ ഏതൊരു ശക്തിക്കും പരിമിതിയുണ്ട്, അതിന് സാധിക്കാത്തത് പലതുമുണ്ട്. അതുകൊണ്ട് ദൈവശക്തിയിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നുവെന്ന് ഉച്ചസ്ഥരം പറയുവാനുള്ള ഒരു പക്വത, ഒരു വിശ്വാസ വളർച്ച, ഒരു വിശ്വസ്തതയുള്ള ആത്മീയ ജീവിതം, അതാണ് നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കുവാനുള്ളത്. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് ആദ്യമായി അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ചുവട് വയ്ക്കുമ്പോൾ നാം നിരന്തരം ശ്രദ്ധിക്കേണ്ടത്, നാം ഉടമ്പടി നിയോഗം സാധിക്കുവാൻ വേണ്ടി ഇങ്ങനെ തീഷ്ണമായി പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമ്മുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം നയിക്കുന്നതിന് നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ സാക്ഷ്യമായി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ ഒരു ബോധപൂർവകമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിന് ഇന്ന് ആവശ്യമാണ്. ഓർക്കണം, ദുരന്തങ്ങൾ തീരുകയല്ല, ദുരന്തങ്ങൾ പെരുകി വരുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും സമൂഹ ജീവിതത്തിൻ്റെയും ദുരന്തങ്ങൾക്ക് തീവ്രത കൂടുന്നു, എണ്ണം കൂടുന്നു. നാം ഇപ്പോൾ ഒരു യുദ്ധകാലത്ത്, ദുരന്തകാലത്ത് ജീവിക്കുന്നവർ കൂടിയാണ്. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് ഓരോരുത്തർക്കും ഓരോ നിമിഷവും എവിടെയൊക്കെ, അത് വ്യക്തികളിലാവട്ടെ, കുടുംബങ്ങളിലാവട്ടെ, രാജ്യങ്ങളിലാവട്ടെ, എവിടെയൊക്കെ ദുരന്തങ്ങളുണ്ടോ ആ ദുരന്തങ്ങൾ അവസാനിക്കുവാൻ വേണ്ടി, സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി, ശ്രേയസ് ലഭിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശക്തി ലോകത്തിനൊന്നും പ്രകടമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ വിഷയമില്ലാത്തവരല്ല. നമുക്ക് ചുറ്റും ആരൊക്കെ എവിടെയൊക്കെ കണ്ണീര് കൊണ്ട് ജീവിക്കുന്നുവോ, ആരൊക്കെ എവിടെയൊക്കെ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോകുന്നുവോ, ആരൊക്കെ എവിടെയൊക്കെ ഇല്ലായ്മകളിൽ കിടന്ന് വല്ലാതെ വേദനിക്കുന്നുവോ, ആ വ്യക്തികളെയും സാഹചര്യങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയോട് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വഴി, എൻ്റെ ഉപവാസം വഴി, എൻ്റെ വിശുദ്ധ ജീവിതം വഴി, എൻ്റെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി വഴി ദുരന്തങ്ങൾ മാറ്റുവാൻ
അമ്മ ഈശോയോട് പറഞ്ഞ് ഇടപെടണമേ എന്ന് നമുക്ക് നിരന്തരം പറയുവാനാവണം. അതിനുവേണ്ടി ജീവിതത്തിൻ്റെ നിലപാടുകൾ എടുക്കുവാനാവണം. നമുക്ക് ഈ നോമ്പ് കാലം കൂടുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ കാലമാവട്ടെ. അനുതാപത്തോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി ദൈവഹിതം നിറവേറ്റുവാൻ നമ്മളെ ഈശോയും അമ്മ മാതാവും നിരന്തരം നയിക്കട്ടെ. അത് അസാധ്യമെന്ന് കരുതുന്ന നിയോഗങ്ങൾ പോലും സമയ ചുരുക്കത്തിൽ സന്തോഷത്തിന് അമ്മ നമ്മുടെ കരങ്ങളിൽ നൽകുന്നത് അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.